എനിക്കറിയാം പണ്ടൊരു തള്ള ഞങ്ങളുടെ ചുറ്റും മതിൽ കെട്ടിയതാണ്. തള്ളയോർത്ത് ഞാൻ എന്നും ഇവിടെ കാണും. ഞാനിവിടെ തിരുവല്ലായി വന്നു. പെന്തിക്കോസുകാരിയാണ്. എൻ്റെ ചുറ്റും കൊണ്ട് മോറിയ മതിൽ കെട്ടി വെച്ചു. തള്ളയോർത്ത് എന്ന് ഞാനും എൻ്റെ കുടുംബം ഞങ്ങൾ ഇവിടെ കിടക്കുന്നു. ഏത് ഞാൻ 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 ധൈര്യത്തോടെ പോവുക. ഭർത്താവ് കൂടെ. എനിക്കറിയാം. അതുകൂടെ ഞാൻ പറയാൻ പോയി ഇവരെല്ലാം കരയും. എനിക്കിനി വയ്യ പറയാം. എനിക്കറിയാം. ഞാനൊന്നും പറയണം. എനിക്കൊരു ഇനി ബാലൻസ് പറയാനുള്ളൊരു ത്രാണി എനിക്കില്ല. ആ മൊത്തം കുരുക്ക് കയറിയിരിക്കുന്ന ഒരു കാഴ്ച പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞിട്ടാണ് ഈ പറയുന്നത്. കയ്യിലൊരു പെൺകുഞ്ഞുണ്ടാകും. അടുത്ത ആഴ്ച വന്നാൽ അടുത്ത വർഷം ഈ സമയമാകുമ്പം ഒരു മിടുക്കിയായ കെസിയ ആറ് ചേർത്തൊരു പേരാ കാണിച്ചത്. അതെനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി. ഞാൻ ഇവരെ കണ്ടപ്പോൾ പെട്ടെന്ന് സുനിത എന്ന് എനിക്ക് മുന്നേ വന്നത്. എന്തുവായിരുന്നു പേര്? സുനി. ഓക്കെ, ഡൺ. രവി അല്ലേ? കൊട്ടാരക്കരയിൽ നിന്നാണ് വരുന്നത്. പ്രാർത്ഥിച്ചു. ഞാൻ ഈ പാട്ട് പാടാൻ പറഞ്ഞ എന്തിനാണെന്നറിയോ? ഇതൊരു വരി ഞാൻ പാടാൻ പറഞ്ഞായിരുന്നു. എല്ലാ തോൽവികൾക്കും എൻ്റെ മുന്നേ നിൽക്കുന്ന നിങ്ങൾ വളരെ തോറ്റ ആളാണ്. റൈറ്റ്? ഒത്തിരി തോറ്റ ആളാ. ഒരുപാട് തോറ്റെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 15ാമത്തെ വയസ്സിൽ തോൽവി ആരംഭിച്ചു തുടങ്ങിയതാ. ശരിയാണോ? കള്ളത്തരവാണേ കള്ളത്തരവാ. കറക്റ്റാ. ഇതിനു മുന്നേ എന്നെ കാണുകയോ പരിചയപ്പെടുകയോ ആദ്യമായിട്ടാണോ എന്നെ കാണുന്നേ? 15ാമത്തെ വയസ്സിൽ തോറ്റു. രവി തോറ്റു. ഇപ്പം 45 കഴിഞ്ഞ് 45 54 വന്ന് നിൽക്കുന്നു. ഇപ്പൊ താമസിക്കുന്ന സ്വന്തം വീട്ടിലാണോ? സ്വന്തം വീടിന് തൊട്ട് താഴെ ഒരു കൊച്ചു വീട് വെച്ച് താമസിക്കുക. സ്വന്തം വീട്ടിലല്ല, ഒരു ഷെഡ് വെച്ച് താമസിക്കുക. ഷെഡിലല്ലേ? ഷെഡാ കാണുന്നത്. ആണോ? ഷെഡിൽ നിന്ന് മാറണ്ടേ? മാറണം എന്നേ ആഗ്രഹിച്ചു. ഒരു 6-7 കൊല്ലം കൊണ്ട് നടന്നില്ല. ഷെഡിൽ നിന്ന് എന്റെ കർത്താവ് ഇന്ന് അങ്ങോട്ട് മാറ്റാൻ തീരുമാനിച്ചിരിക്കുക. സമ്മതിച്ചോ? ഇന്ന് ഷെഡിൽ നിന്ന് മാറാൻ പോകുന്ന ദിവസമാണ്. ഇന്ന് ഞാനും കർത്താവും കൂടെ ആ ഷെഡിലോട്ടൊന്ന് വരാൻ പോവാ. എന്താ സുനിത സിസ്റ്ററെ, ഞാൻ വരട്ടെ ഷെഡിലോട്ട്? സുനിത സിസ്റ്റർക്ക് താല്പര്യമില്ല. അല്ല, സുനി സിസ്റ്റർ ഇല്ലയോ? സുനി സിസ്റ്റർ ഷെഡിലോട്ട് വരട്ടെ? വരണ്ട. സുനി സിസ്റ്റർ ഉറപ്പിച്ചാലേ ഞാൻ വരത്തുള്ളൂ. വരണം. ഡൺ. കൊട്ടാരക്കര എന്ന് പറഞ്ഞെങ്കിലും ഞാൻ വരണ്ടേ? ഞാൻ ബസ് പിടിച്ചങ്ങ് വന്നോളാം. ഇപ്പൊ ബസ് പിടിക്കുക. കൊട്ടാരക്കര ജംഗ്ഷനിൽ നിന്ന് ആ വലത്തോട്ട് കിടക്കുന്ന റോഡാണോ അതോ ഈ തിരുവനന്തപുരം കിടക്കുന്ന റോഡാണോ? തിരുവനന്തപുരം കൊല്ലം ആ റോഡാണോ? നേരെ തിരുവനന്തപുരം റോഡാണ്. നേരെ പോയി എന്നെ കർത്താവ് കാണിക്കുന്നു. എന്നോട് പറഞ്ഞ 4 പക്ഷെ ഒരു 4.5 കിലോമീറ്റർ അടുത്തുണ്ട്. 4.5 കിലോമീറ്റർ. ഏതാണ്ട് ഒരു മുക്കോ എന്തോന്നാ ഐപ്പള്ളൂർ മുക്ക്.
അങ്ങനല്ലേ? അയ്യപ്പള്ളൂർ അടൂർ മുക്ക്. അതെന്താ? അടൂർ മുക്ക്. അയ്യപ്പള്ളൂർ അടൂർ മുക്ക്. അടൂർ മുക്ക്. ഞാനൊരു മുക്കാ കണ്ടത്. അടൂർ മുക്ക്. അടൂരോ? അടൂർ ഇതല്ലേ? അടൂർ മുക്ക് എന്ന് പറഞ്ഞ സ്ഥലം അവിടെ ഉണ്ട്. ഉണ്ടോ? അടൂരെ കഥ പറയാതിരിക്കുന്നതാ നല്ലത്. മുക്ക്, അടൂർ മുക്ക്. എനിക്ക് ഈ അടൂർ മുക്ക് ഏതാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ലെങ്കിലും എത്ര പേര് വരുന്നു എൻ്റെ കൂടെ? ഇവിടെ വീട് കാണാൻ പോവാ, കയറി താമസത്തിന് പോകുന്ന എത്ര പേരുണ്ട്? വരുന്നോ? വരുന്നോ? പോയേക്കാം. സാർ റെഡിയാണോ? ശരി. ഈ നമ്മുടെ അവിടെ നിൽക്കുന്ന മരവേദ, ഈ ആല് പോലെ നിൽക്കുന്ന ആ ജംഗ്ഷനാണോ ഇത്? ആലാന്നോ ആഞ്ഞിലിയാന്നോ ആ ജംഗ്ഷൻ? ഒരു മരം, വലിയൊരു മരം നിൽക്കുന്ന അത് കരിക്കത്തില്ല, ആല് നിൽക്കുന്ന ആ ജംഗ്ഷനാണോ? ആലല്ല, അതൊരു ഇലവാണ് നിൽക്കുന്നത്. ഒരു ഇലവാന്നോ? അത് എന്തോ ഇലവെന്ന് പറഞ്ഞാൽ ഈ പഞ്ഞി അതാണോ നിൽക്കുന്നത്? അയ്യോ, വലിയൊരു പടർന്ന് നിൽക്കുന്നു. 100 വർഷത്തെ പഴക്കമുള്ള അതാണോ ഇത്? ആ ജംഗ്ഷനിലാണോ ഞാൻ? ഇനി ഒരു മിനിറ്റ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാൻ പറയാം. ഞാൻ ഈ പറഞ്ഞ സ്ഥലം എനിക്കറിയത്തില്ല, പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ വലിയ പിടിച്ചാൽ മുറ്റാത്തൊരു മരത്തിൻ്റെ കണ്ടാൽ ഒരു ആലൊക്കെ തോറ്റു പോകുന്ന രീതിയിലുള്ള ഒരു മലമാണ് ഞാൻ കാണുന്നത്. അവിടെ ഞാനിപ്പോൾ അവിടുന്ന് വലത്തോട്ട് കിടക്കുന്ന റോഡാണോ? ആ റോഡാണ്. അതായത് താഴോട്ട് ഇറങ്ങിയിട്ടിങ്ങനെ കയറിപ്പോ. അതായത് ഇവിടെ 2-3 റോഡുണ്ട്, അതാ വിഷയം. ഇച്ചിരി മുന്നോട്ട് വന്നിട്ട് വലത്തോട്ട് കിടക്കുന്ന ആ റോഡാണോ? കൊട്ടാരക്കര നിന്ന് വരുമ്പോൾ കയറ്റം അങ്ങോട്ട് കയറുന്നിട്ട് അവിടുന്ന് ഇടത്തോട്ട്. ഒരു മിനിറ്റ്, ഞാൻ പറയാം. നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ്, ഞാൻ പറയാം. കൊട്ടാരക്കരയിൽ നിന്ന് നേരെ വന്ന് ഞാൻ ഈ പറഞ്ഞ ഈ സ്ഥലത്ത് വന്നിക്കുക. ഈ സ്ഥലത്ത് വന്നിട്ട് അതായത് MC റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം MC റോഡാണ്. അവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത്. അവിടുന്ന് എനിക്കൊരു 2 റോഡ് കാണാം മൊത്തത്തിൽ. ഒരെണ്ണം ഒരു ഇച്ചിരി ദൂരോട്ട് മാറി ഒരു ശകലം ഒരു ചെറിയ കയറ്റം കയറി വലത്തോട്ട് താഴോട്ട് കിടക്കുന്ന റോഡ്. ആ റോഡ് വഴിയാണോ വരേണ്ടത്? അല്ല, ഇടത്തോട്ടൊരു വഴിയുണ്ട്, അങ്ങോട്ടാണ് വരേണ്ടത്. ഓക്കെ, അതോ അപ്പൊ ആ വഴിയല്ല പോകേണ്ടത്. അതായത് ഈ 2ാമത്തെ വഴിയല്ല ഞാൻ വരേണ്ടത്. മുന്നോട്ട് വന്ന് ഇടത്തോട്ട് കിടക്കുന്ന ഈ വഴി ആ റബ്ബറും തോട്ടം നിൽക്കുന്ന വഴിയാണോ? റബ്ബർ നിൽക്കുന്ന വഴിയാണോ? ഇതുള്ള അതായത് ഇടത്തോട്ട് കിടക്കുന്ന റോഡ്, ഇച്ചിരി വീതിയുള്ള റോഡ്, 2 വശത്തും മരങ്ങളൊക്കെ നിൽക്കുന്ന ഞാൻ കണ്ടല്ലോ. ഈ റബ്ബർ പോലൊക്കെ തോന്നുന്നു എനിക്ക്. ഓക്കെ, പള്ളിയുണ്ട്. ശരി, ആ റോഡിലോട്ട് കയറാം. ഓക്കെ, മുന്നോട്ട് കയറി ആ റോഡിലോട്ട് ഞാൻ കയറുക. ഇപ്പം യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, നമ്മൾ ഒരുമിച്ച് യാത്രയാണ്. ഇവിടുന്ന് എന്തോ ദൂരമുണ്ട്? 1/2 കിലോമീറ്ററേ ഉള്ളോ? ഇവിടുന്ന് നിങ്ങളുടെ വീട്ടിലോട്ട് ഈ കരിക്കുന്നത്ത് 1.5 കിലോമീറ്റർ വരും. 1.5 കിലോമീറ്റർ. ഈ നിങ്ങളുടെ ഈ അടൂർ മുക്കിലോട്ട് 1 കിലോമീറ്റർ. അതാ ചോദിച്ചത്. ഞാനിപ്പോൾ നിൽക്കുന്നിടത്ത് നിന്ന് 1/2 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അത്രേ ഉള്ളൂ. ഒരു ഓർത്തഡോക്സ് പള്ളി എനിക്ക് കാണാം. അതും കഴിഞ്ഞിട്ടാ സെന്റ് ഗ്രിഗോറിയോസോ എന്തോ? ഗോറിയോസ് അല്ലല്ലോ, സെന്റ് ജോസഫ്. അങ്ങനെ സെന്റ് ജോസ് അതല്ലേ? അതെനിക്ക് കാണാം. ആ പള്ളി കഴിഞ്ഞ് പിന്നെ പോണം. ഓക്കെ, പള്ളി കഴിഞ്ഞ് മുന്നോട്ട്. പള്ളിക്ക് മുന്നേ ആയിട്ട് 2-3 അടയാളങ്ങൾ നോക്കട്ടെ. ആദ്യം ഞാൻ പള്ളി വരെ വരുന്നു. ഒരു പള്ളിയല്ല, ഓർത്തഡോക്സ് പള്ളി ഒന്നുണ്ട്, വേറൊരു പള്ളിയൂടെ എന്നെ കാണിക്കുന്നു. ഞാൻ യാക്കോബ് പാർത്തർഗീസ്. അത് തന്നെ പാർത്തർഗീസ് അല്ലയോ? യാക്കോബ് അല്ലേ? പാർത്തർഗീസ്. ഞാൻ പറയാൻ കാര്യം ചൂടെ പറയാം, ശ്രദ്ധിച്ചോണം. ഒരു കത്തോലിക്ക പള്ളി കാണാം എനിക്ക്. ആണ്ട് ഒരു അമ്മച്ചിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് അവിടെ. ആണോ? അമ്മച്ചിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അമ്മച്ചിയുടെ ഫോട്ടോ കാണുന്നത് റീത്ത് പള്ളിയാ. ആണോ? ആണോ? ഓക്കെ. മേരീസ് എന്നോ രണ്ട് കിടക്കുന്നു. ഓക്കെ, ഡൺ. അത് ഞാനത് കണ്ടു. അത് കഴിഞ്ഞിട്ട് അടുത്തത് വരുന്നത് സെന്റ് മേരീസ്. മേരീസ് എന്നല്ലേ? സെന്റ് മേരീസ് എന്നാ കിടക്കുന്നത് അല്ലേ? കറക്റ്റാണ്. റീത്ത് പള്ളിക്ക്
അല്ലേ? നിങ്ങൾ പിന്നെ ഒന്നും മിണ്ടായിരുന്നപ്പോൾ ഞാൻ ഓർത്തു എനിക്ക് ഞാൻ പറഞ്ഞല്ലോ. അല്ല, റീത്ത് പള്ളി സെന്റ് മേരീസാണ് കിടക്കുന്ന ബോർഡ് കിടക്കുന്നത്. ഒത്തിരി ആളുകളുള്ളൊരു പള്ളിയാണ്. ഓക്കെ, ഡൺ. അപ്പുറത്തേത് നമ്മുടെ ഒരു പഴയ പള്ളിയാണ്, ഓർത്തഡോക്സ് പള്ളിയാണ്. ഈ ഓർത്തഡോക്സ് എന്ന് പറയുന്നത് യാക്കോബ് പള്ളിയാണ്. ഈ കാണും യാക്കോബ് പള്ളി. ഓക്കെ, സെൻറ്റ് ജോസഫ് എന്ന് എഴുതിയേ, അതല്ലേ ഓർത്തഡോക്സ് പള്ളി അല്ലേ? യെസ് ഓർ നോ? ആണോ? യെസ് പറയണം, ഇല്ലെങ്കിൽ വണ്ടി മുന്നോട്ട് നീങ്ങുകയില്ല. യെസ്സോ നോയോ പറഞ്ഞാലേ വണ്ടി നീങ്ങത്തുള്ളൂ. ഓക്കെ, അതായി അടയാളം വെച്ച് വരിക. ഇനി യാക്കോബ് പള്ളിയാണ്, മൊത്തം 3 പള്ളി. ഇതല്ലാതെ ഞാൻ മുന്നോട്ട് വരുമ്പം എനിക്കിവിടെ എവിടെയോ ഒരു പെന്തക്കോസ് ചർച്ചിന്റെ ശബ്ദം കേൾക്കാം. എനിക്കൊരു പെന്തക്കോസ് ചർച്ചിന്റെ ശബ്ദം കേൾക്കാം. ഇതിന്റെ ഇടയ്ക്ക് AG പോലത്തെ ഒരു സഭ എനിക്ക് കാണാം ഇതിന്റെ അകത്ത്. അതാണ് അടൂര് മുക്ക്. ഞാൻ അതുപോലൊരു ശബ്ദം, ആരാധനയുടെ ശബ്ദം എനിക്ക് കേൾക്കാം. ഇതിന്റെ ഇടയ്ക്കൂടെ ഒരു പഴയ തമ്പേറടിയുടെ ശബ്ദം എനിക്ക് കേൾക്കാം. എനിക്കത് കേൾക്കാം. അത് കേട്ടോണ്ടാണ് ഞാൻ മുന്നോട്ട് നടക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. വെളിപ്പാട് കൂടി കീബോർഡിലേക്ക് വരട്ടെ. മുന്നോട്ട് വന്ന അടൂര് മുക്കിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ചെറിയൊരു ജംഗ്ഷൻ, ചെറിയൊരു ജംഗ്ഷൻ. ഇതെങ്ങോട്ട് പോകുന്നതാ ഇത്? ഈ റോഡ് നേരെ പോയാൽ പുനലൂർ റോഡാണോ ചെന്ന് കയറുന്നത്? ഈ റോഡ് നേരെ ഷോർട്ട് കട്ട് ആണല്ലോ ഇത്. നമ്മുടെ കിഴക്കേ തെരുവ് എന്ന് പറയും, ആ ഭാഗത്ത് വന്ന് കയറും. കൊട്ടാരക്കര 3.5 കിലോമീറ്റർ അപ്പുറം ചെന്ന് കയറും. ഈ റോഡ് ചെറിയ ഒരു 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 അങ്ങാടി എന്നൊക്കെ വേണമെങ്കിൽ, ചെറിയ കടകളും റേഷൻ കടയൊക്കെ, ചെറിയ റേഷൻ കടയെ, ഒരു മില്ലും റേഷൻ കട, ഒരു മില്ലുണ്ട്, ഒരു റേഷൻ കടയുണ്ട്. പഴങ്ങളൊക്കെ തൂക്കിയിട്ടിരിക്കുന്നു, പലചരക്കട പഴമൊക്കെ തൂക്കിയിട്ടിരിക്കുന്നു. സോഡ വെളിയിലിരിക്കുന്നു. ഒരു പച്ച കളർ ബോർഡ് ഉണ്ട്. അതിൻ്റെ ഇപ്പുറത്തൊരു പെപ്സിയുടെ ബോർഡ് കിടപ്പുണ്ട്. ആ കടയോട് ചേർന്നൊരു ആ കടയിൽ തന്നെ പെപ്സി കുപ്പിയുടെ ബോർഡുണ്ട് ഉണ്ട്. ഓക്കെ, എനിക്ക് ആ കട കാണാം. ഇവിടുന്ന് നമ്മൾ ഇടത്തോട്ട് കിടക്കുന്ന വഴി കൂടെ പോകണം. ആ ഇടത്തോട്ട് കിടക്കുന്ന വഴി, ഇടത്തോട്ട് കിടക്കുന്ന വഴി എന്നല്ലേ ഞാൻ പറഞ്ഞേ. അവിടുത്തെ ഒരു ദൈവദൂതൻ എന്നെ വിളിച്ചോണ്ടിരിക്കുക, അങ്ങോട്ട് വാ വാ എന്ന് പറഞ്ഞ് അതിങ്ങനെ ആള് കാണിച്ചോണ്ടിരിക്കുക. ആ ചെറിയ വഴി അല്ലേ, ചെറിയ വഴി കൂടെ നമ്മൾ പോവാ. ട്രാൻസ്ഫോമർ അതിനോട് ചേർന്ന് കിടക്കുന്ന വഴി അത് തന്നെയല്ലേ? കാല് വെക്കണോ? ബാഷ്കറ്റല്ല പറഞ്ഞു. കോൺക്രീറ്റ് ആണോ ഇത്? കോൺക്രീറ്റ് ആണല്ലോ. പോട്ടെ, ഡൺ ഡൺ. താഴോട്ട് ഇറങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ. 100 മീറ്റർ പോയാൽ മതിയോ? 100 മീറ്റർ അത്രേ ഉള്ളൂ. 100-120 അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ എല്ലാം ഒരുപാട് പഴയ വീടുകളാണല്ലോ. എന്ന് പറഞ്ഞാൽ ഒത്തിരി വീടുകൾ കാണാം എനിക്ക്. വലിയ വീടുകളാണ്. പഴയ ജന്മിത്തമുള്ള ഒരു ലെവലാ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞൊരു അടയാളം, ഒരു ഓടിട്ട മുട്ടനൊരു വീട് കാണാം എനിക്ക്. ആണോ? റോഡിട്ടൊരു മുട്ട വീട് കണ്ടാൽ ഒരു പഴഞ്ചൻ ലുക്ക്, അതുകൊണ്ട് ചോദിച്ചതാ. ഇത് കാണാം. വീടിന്റെ പേര് പറഞ്ഞതാ. പഴയ വീടുണ്ട്, അത് പറഞ്ഞതാ. ഞാൻ ഇനി അവിടെ ആണോ നിൽക്കുന്നത്? 100 മീറ്റർ അപ്പുറത്താണ് നിൽക്കുന്നത്. നിങ്ങളുടെ ഈ കയറ്റം കയറുന്നത് അത് തന്നെ അല്ലേ? എന്റെ താഴെ ഒരു പഴയ വീട്, ഒരു പഴയ വീട് ആണോ? റോഡിട്ട പഴയ വീട്. ഈ കയറ്റം കയറി കയറി പോണം. ഒരു മണ്ടയില്ലാതെ നിൽക്കുന്ന വീടാണോ നിങ്ങളുടെ വീട്? പണിതുകൊണ്ടിരിക്കുന്ന വീട് വല്ലതും ആണോ അത്? അല്ല. പിന്നെ അതിന്റെ 1, 2, 3ാമത് ഈ
1, 2, മൂന്നാമത്തെ ഒരു വീട് കാണിക്കുന്നുണ്ട് ആ കയറ്റം കയറി വരുമ്പോൾ. ആ ലൈനിൽ മൂന്നാമത്തെ വീടും കഴിഞ്ഞ് അതിന്റെ ബാക്കിലാണ് എൻ്റെ വീട് വരുന്നത്. അതിന്റെ ബാക്കിലാണ്, മൂന്നാമത്തെ വീട് കഴിഞ്ഞ് അതിന്റെ ബാക്കിലാണ് വീട്. ഓക്കെ. അവിടെ ഒരു വലിയ മതിലുണ്ട്. മതില് ഒരു 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 ജയില് പോലത്തെ ഒരു മതിലാണല്ലോ അത്. ആരാ അത് കെട്ടി വെച്ചേക്കുന്നത്? ഇവിടെ നോക്കിയാൽ ഒന്നും കാണത്തൊന്നുമില്ല, അപ്പുറത്ത് കിടക്കുന്ന ഒന്നും. അതിന്റെ ചെറിയ റോഡോ? അതെ, ഒരാൾക്ക് നടന്നു പോകാൻ. അയ്യോ, ഇത് സൈക്കിൾ പോലും പോകില്ല. പോകത്തില്ല. ഈ മതിൽ ഇവരുടെയാണോ? അല്ല, പിന്നെ ആരുടെയും? അതിനപ്പുറത്തുള്ള ഒരു വീട്ടുകാരുടെ. എന്ത് കെട്ടി വെച്ചേക്കുന്നു? ഇങ്ങനെയൊക്കെ മനുഷ്യനെ ഉപദ്രവിക്കാവും? എനിക്കറിയാം, പണ്ടൊരു തള്ള ഞങ്ങളുടെ ചുറ്റും മതിൽ കെട്ടിയതാ. തള്ളയോർത്ത് ഞാൻ എന്നും ഇവിടെ കാണും. ഞാനിവിടെ തിരുവല്ലായി വന്നു. പെന്തിക്കോസുകാരിയാണ്. എൻ്റെ ചുറ്റും കൊണ്ട് മോറിയ മതിൽ കെട്ടിവെച്ചു. തള്ളയോർത്ത് എന്ന് ഞാനും എൻ്റെ കുടുംബം ഞങ്ങൾ ഇവിടെ കിടക്കുന്നു. ഏത്? ഞാൻ 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 ഇത് ഈ വഴി ഇങ്ങനെ മുന്നോട്ട് കയറി വരുമ്പോൾ ഒരു പണി തീരാത്ത വീട് എനിക്ക് കാണാം. ഇതാണോ നിങ്ങൾ താമസിക്കാതെ താഴെ ഇറങ്ങി നിൽക്കുന്ന വീട്? ഏതാ? അതാണ് എനിക്ക് അറിയേണ്ടത്. അത് ഞാൻ എൻ്റെ കുടുംബത്തിന്റെ തൊട്ട് താഴെ. കുടുംബം ഒരു ഓടിട്ട വീടാ. ഒരു ഓടിട്ട വീട് എനിക്ക് കാണാം. പഴയ വീട്, ഒരു പഴയ ഓടിട്ട വീട് എനിക്ക് കാണാം. പഴയ വീടാ. അതാണ് പഴയ വീടിന്റെ തൊട്ട് താഴെ ഞാനൊരു മൺകട്ടയൊക്കെ കെട്ടി. പറയാതെ ഞാൻ നിങ്ങൾക്കറിയാം, എനിക്കറിയത്തില്ലല്ലോ. ആ ഓട് വേറെ സഹോദരനുണ്ടല്ലോ? ഉണ്ടോ? സഹോദരന്മാരുണ്ട്. 3 പേരുണ്ട്. ഇറങ്ങേണ്ട വന്നു. ഇറങ്ങേണ്ട വന്നു. അതാണ് സത്യം. ഓഹരി ഇല്ല. ഉണ്ടോ? 1 സെന്റ്. അതുകൊണ്ട് ഇറങ്ങേണ്ട വന്നു. ഈ 1 സെന്റിന്റെ അകത്താണോ ഇത് പണിത് വെച്ചിരിക്കുന്നത്? മറ്റുള്ളവരുടെ കൂടെ കൂട്ടത്തിൽ ഇങ്ങനെ വെച്ചിരിക്കുക. താൽക്കാലികമായിട്ട് പണിഞ്ഞു വെച്ചിരിക്കോ 20 കൊല്ലം കൊണ്ട്. ഇതെങ്ങനെ പണിത്? ഇതത്തെ എങ്ങനെ താമസിക്കും? ഞാൻ പറയട്ടെ, ഞാനൊന്ന് കേറി വരട്ടെ അതിൻ്റെ അകത്തോട്ട്. ഇവിടുന്ന് മാറണം. മാറും. ഒരു മുറി, ചെറിയൊരു അടുക്കള, അതിലുപരി കറണ്ട് ഇതുവഴിയാ വന്നേക്കുന്നത്. അത് ഇതുവഴിയാ വന്നേക്കുന്നത്. കുടുംബത്തിന്റെ സൈഡിൽ കൂടെ, ആ സൈഡിൽ കൂടെ കിടക്കുന്ന വീടിന്റെ, നിങ്ങളുടെ ആ ഓടിട്ടതിന്റെ സൈഡിൽ കൂടെ കിടക്കുന്ന. എങ്ങനെ കിട്ടി കറണ്ട്? പഴയ കാലഘട്ടത്തിൽ മാത്രമേ ഞാനിത് കണ്ടിട്ടുള്ളൂ. യേശുവിന്റെ നാമത്തിൽ. പിള്ളേരെവിടെ കിടക്കും? ഒരു കട്ടിൽ, ഒറ്റ കട്ടിലേ ഉള്ളൂ. ഒറ്റ കട്ടിലേൽ 2 പേർ കിടക്കാൻ പറ്റുകയില്ല. കഷ്ടിയ. എൻ്റെ ഒരു നിന്ന് തിരിയാൻ ഇടവില്ലല്ലോ. ഞെരുക്കം. യേശു ഏത് ചർച്ചിലാ പോകുന്നത്? മാല കിടക്കും. വോട്ടിലേതുവരെയാണ്? മാമനും മോളും. ആണോ? ഇതിൻ്റെ അകത്തൊരു മാറ്റം ഉണ്ടാകും. ഞാൻ ഇതിനേക്കാളും ഉപരി ഞാനൊരു സംഭവം പറയാം. ഞാനിവിടെ കാണുന്നുണ്ട്, പാമ്പുകളെ കാണുന്നു. പാമ്പുകളെ കാണുന്നു.
ദൈവം ഇവിടെ നിന്ന് ദൈവം നിങ്ങളെ മാറ്റും. കാണുന്നുണ്ട്. ഞാൻ 2 ദിവസം കൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴും പാമ്പിനെ എന്നെ കാണിക്കുന്നുണ്ട്. ഉണ്ട്, പാമ്പുകൾ കാണുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ദരിദ്രനെ കുപ്പയിൽ നിന്ന് നിർത്തി പ്രഭുക്കന്മാർ ഉയർത്തുന്ന ഒരു ദൈവമാണ്. പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. നിങ്ങളുടെ കണ്ണുനീര് ദൈവം കണ്ടിരിക്കുന്നു. ഒരു മറുപടി ഉണ്ടാവും. ഈ വർഷം ഒരു മറുപടി ഉണ്ടാകും. തീരുന്നതിനിപ്പുറം നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇടപാട് ചെയ്യാൻ പോകും. ഈ ഷീറ്റ് ഇട്ടെടുത്തു നിന്ന് ദൈവം മാറ്റും. ഈ ചൂടത്തു നിന്ന് ദൈവം മാറ്റും. കർത്താവിന്റെ കരം ജനിക്കും. എന്തോ പണി ചെയ്യുന്നത്? ഓട്ടോറിക്ഷ ഓടിക്കുക. വേറെ പണി? വേറെ പണിയൊന്നുമില്ല, ഓട്ടോറിക്ഷ ഓടിക്കുക. ഓട്ടോ ഉണ്ടോ? എവിടെ ഇടുന്ന വണ്ടി? അങ്ങ് താഴെ എവിടാണോ ഇടുന്നത്? തൊട്ട് കിഴക്കേ സൈഡിൽ വീട്ടിലാണ് അവിടാണോ ഇടുന്നത്? ഒരു മാറ്റം ഉണ്ടാകും. ധൈര്യത്തോടെ ഇരിക്കുക. ഈ വർഷം മാറ്റം വരും. ഒരുപാട് മാറ്റങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടായിട്ടുണ്ട്. ഒരു മാറ്റം ഉണ്ടാകും. ഞാൻ ഗ്യാരണ്ടി. വിളിച്ച ദൈവം വിശ്വസ്തന. വഴിയരികിൽ ഇട്ടേച്ച് പോകത്തില്ല. ഉറപ്പ്. ധൈര്യത്തോടെ പോവാം. ഞാൻ പറഞ്ഞു, ഒരു മകനെ കാണിക്കുന്നു. ഒരു വയ്യാഴിക ഉള്ള ഒരു മകനെ. എന്തോന്ന്? ആണോ? എന്തോ ഒരു വയ്യാഴികയുള്ള ഒരു കനം കുറഞ്ഞൊരു വയ്യാഴി ആണോ? ഞാൻ അങ്ങനെ ഒരു പയ്യനെ കാണുന്നതുകൊണ്ട് ചോദിച്ചാൽ. യേശുവിന്റെ പേരെങ്ങനെയായിരുന്നു? രഞ്ജിത്ത് അല്ലേ? യേശുവിന്റെ നാമത്തിൽ രഞ്ജിത്തിന്റെ മേൽ ദൈവം, അവന്റെ ഹൃദയത്തിന്റെ അകത്തൊരു ഹോളിനെ ദൈവം ഫില്ല് ചെയ്യാൻ പോകുന്നതിനോട് പറയാം. ഒരു ഹോള്, ഒരു കിഴുത്ത ദൈവം ഫില്ല് ചെയ്യാൻ പോകും. അവന്റെ ശ്വാസം 1 മിനിറ്റിൽ 72 ഇല്ല. അത് കുറവാ വരുന്നത്. പക്ഷെ ഇന്ന് ദൈവം അതിന്റെ മേൽ അവനൊരു അഭിഷക്തനായി മാറട്ടെ. അത് സംഭവിക്കും. തന്നെയാണ് താഴോട്ടിറങ്ങി വന്ന സാധനമായത്. വേണ്ട, ഇത് ഡോൺ വറി. കർത്താവ് കൂടെയുണ്ട്. ധൈര്യത്തോടെ പോവുക. നിങ്ങളെന്നോ നിങ്ങളുടെ കൺമുന്നാലെ ആ പയ്യൻ വളരും. അവൻ വലുതാകും. നിങ്ങൾ അവനെ കാണും. അവന്റെ മേൽ അത്ഭുതം ചലിക്കും. ഈ വർഷം ഓഗസ്റ്റ് മാസം എഴുതിയിട്ടോണം. അതിൻ്റെ അകത്ത് ദൈവം ഒരു അത്ഭുതം ചെയ്യും. അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവം അത് ചെയ്യും. ദൈവത്തിന്റെ കരം ചലിക്കും. ധൈര്യത്തോടെ പോവുക. കർത്താവ് കൂടെ. എനിക്കറിയാം. അതുകൂടെ ഞാൻ പറയാൻ പോയി ഇവരെല്ലാം കരയും. എനിക്കിനി വയ്യ പറയാം. എനിക്കറിയാം. ഞാനൊന്നും പറയണം. എനിക്കൊന്ന് ഇനി ബാലൻസ് പറയാനുള്ള ഒരു ത്രാണി എനിക്കില്ല. ആ മൊത്തം കുരുക്ക് കയറി നിൽക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. ഒരത്ഭുതം ചെയ്യും കേട്ടോ. ധൈര്യത്തോടെ വീരുന്നു. നമ്മുടെ വീട് കരിക്കും, കൊട്ടാരക്കര കരിക്കും. അടുത്ത് തന്നെ. നിങ്ങളുടെ ലൈഫിലും കുരുക്കാണല്ലോ. ഒറ്റപ്പെടൽ കാണുന്നു. എങ്ങനെയാ ഇപ്പൊ ചോദിക്കുന്നേ? ഈ ചോദ്യമാണ് എനിക്ക് ശകലം തെറ്റിപ്പോയതാ.
ഈ ചോദ്യമാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്. എന്ന് ഞാൻ പറയാൻ വന്നത്, നിങ്ങളുടെ കൈ ഒഴിഞ്ഞിരിക്കുന്ന കണ്ടെന്ന് ഞാൻ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു. എനിക്ക് ശകലം തെറ്റിപ്പോയതാ. നിങ്ങളെ കൈ ഒഴിഞ്ഞിരിക്കുക, കയ്യിൽ ഇല്ല. എന്തില്ല? ഒരു തലമുറയില്ല. ഇല്ല, ഉണ്ടോ? ഇല്ല. ഹസ്ബൻഡ് ഇങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് വരുന്ന ആളാണോ? ഇല്ല, ഇതുവരെയും വന്നിട്ടില്ല. പോകാൻ പറയത്തേ ഉള്ളൂ. ഞാൻ തിരക്കിയെന്ന് പറയണം. പറയാം. ചെങ്ങന്നൂർ ചർച്ച നടന്നത് ജിനോ പാസ് തിരക്കിയെന്നൊന്ന് പറയണം. പറയുവോ? പറയാം. ഉറപ്പാന്നോ? ഉറപ്പായിട്ടും പറയാം. ഉള്ളോട് പറയണം, ഉള്ള കയ്യിലേക്ക് ഒരു പെൺകുഞ്ഞിനെ തരാൻ വേണ്ടിയാ രണ്ട് തവണ നഷ്ടപ്പെട്ടത്. മൂന്നാം തവണ പുള്ളിയുടെ കയ്യിൽ പേരെന്തോ പുള്ളിയുടെ? ജോയി. ഒരു ജോയിയെ തപ്പിയാ നീ നോക്കിയത് മുഴുവൻ ഇവിടെ കാണാനില്ല. അത് നടക്കും. എന്ത് നടക്കും? ഞാൻ വിളിച്ചെന്ന് പറയണം. വേറൊരു പേര് കൂടെ ഉണ്ടോ പുള്ളിക്ക്? ഞാൻ തിരക്കിയെന്ന് പറയണം. അടുത്ത ആഴ്ച എന്തോ ചെയ്യണം? ഇവിടെ വരാൻ പറയണം. ഈ വീഡിയോ കാണിക്കണം. കാണിച്ചിട്ട് പറയണം, പാസ്റ്റർ പറഞ്ഞെന്ന് പറയണം. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞിട്ടാണ് ഈ പറയുന്നത്. കയ്യിലൊരു പെൺകുഞ്ഞുണ്ടാകും. അടുത്ത ആഴ്ച വന്നാൽ അടുത്ത വർഷം ഈ സമയമാകുമ്പം ഒരു മിടുക്കിയായ കെസിയ വരാൻ പറയുവോ? ഇത് കാണിച്ചിട്ട് പറയണം. ക്യാമറ കാണിച്ച് ജോയിച്ചായ അടുത്ത ആഴ്ച ഇവിടെ കാണണം. നിങ്ങളോടാ, നിങ്ങളുടെ ഭാര്യ വേണ്ടേ? നിങ്ങളോടാ പറഞ്ഞ അടുത്ത ആഴ്ച ഇവിടെ കാണണം. കർത്താവ് ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു. ദൈവം സൃഷ്ടിച്ചത് ഒരിക്കലും പാഴും ശൂന്യവുമാകത്തില്ല. എവിടെ പാഴും ശൂന്യവുമായോ ആ പാഴും ശൂന്യവുമായടുത്തേക്ക് ദൈവം ഇറങ്ങി വരും. ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും, എത്ര പാഴാണേലും, എത്ര നീ വെറുക്കപ്പെട്ടവനായിരുന്നാലും, എന്തൊക്കെ ആയെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും.